ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നു. ഇന്നൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു ദിവസം ഒരു പകുതി ദിവസത്തെ ഒരു വ്ളോഗാണ്. പിന്നെ ഇതിൽ നല്ല റെസിപ്പിയെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഞാനിപ്പോൾ ഇതാ ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഇന്ന് നല്ല നമുക്ക് നാടൻ ഭക്ഷണം കഴിക്കണം കുറേ ദിവസമായ ആഗ്രഹം. ഇങ്ങനെ റമദാനെല്ലാം ആയതുകൊണ്ട് ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കുന്നത് അധികം കുറവാണ്. ഇപ്പോൾ ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ അല്ലെങ്കിൽ ചോറിൽ കഴിക്കുന്നത് വളരെ കുറവാണ് കേട്ടോ. എപ്പോഴെങ്കിലും മാത്രമേ കഴിക്കൂ. ഇന്ന് ഇങ്ങനെ പച്ചക്കറിയും ഇങ്ങനെ ചോറെല്ലാം കൂട്ടി കഴിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ ഇതാ ചോറ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമ്മളിങ്ങനെ കുത്തരിയിലാണ് കേട്ടോ ചോറുണ്ടാക്കൽ. ഇത് ചെറിയൊരു അരിയാണ്. ഇതിൽ ചോറുണ്ടാക്കി കാണാനും കഴിക്കാനെല്ലാം നല്ല രസമാണ് കേട്ടോ. ഇല്ലെങ്കിലും നമ്മൾ എണീക്കലെല്ലാം ഉച്ചക്കാണ്. അതുകൊണ്ട് ഉച്ചക്ക് എണീച്ച പാടെ തന്നെ പിന്നെ ചോറെല്ലാം ഉണ്ടാക്കാനും മടിയും. പിന്നെ ചോറെല്ലാം ഉണ്ടാക്കണം കുറേ ടൈമെല്ലാം എടുക്കുമല്ലോ. ഇപ്പം പിന്നെ രാവിലെ എണീക്കലുണ്ട് കേട്ടോ. ഇപ്പം രാവിലെ എണീക്കുന്നതുകൊണ്ട് ഇപ്പോൾ രാവിലത്തെ ഫുഡും കഴിക്കുന്നത്. ഇപ്പോൾ ഉച്ചക്കായതുകൊണ്ട് ഇപ്പോൾ ചോറെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടി ടൈം മാറിയോണ്ട് ഇപ്പോൾ ഉച്ചക്കും രാവിലെ എല്ലാം ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് മെയിനായിട്ട് കറി ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടേ. ഇന്ന് രാത്രി ഞാൻ ദാൽ ഉണ്ടാക്കിയോണ്ട് അത് ബാക്കി വന്നിന്. പിന്നെ അതന്നെ ചൂടാക്കി എടുക്കുന്നതാണ്. ചോറിൻ്റെ ഒപ്പം ദാൽ സാമ്പാർ അങ്ങനെയെല്ലാം കഴിക്കാൻ നല്ല രസമല്ലേ. ഇപ്പോൾ ഇതാ കുറച്ച് മീനുണ്ടായിന്. അതൊന്ന് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ, ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കൂന്തലുണ്ടായിന്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. ഞാൻ ഫിഷെല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ സാധാരണ മാരിനേഷൻ ചെയ്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യൽ. എന്നാലേ നമുക്ക് ആ ഫ്ലേവറെല്ലാം കിട്ടും ഫിഷിൻ്റെ. അധികം മസാല എല്ലാം ഇട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് ആ മസാലേൻ്റെ ആ ഒരു ടേസ്റ്റേ കിട്ടത്തുള്ളൂ. ഇങ്ങനെ കൂന്തൽ, ചെമ്മീൻ ഇങ്ങനെയെല്ലാം ആണെങ്കിൽ സാധാരണ ഇങ്ങനെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഫിഷ് മസാലയും കൂടി ഇടും കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ. ഇതൊരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും മാരിനേഷൻ ചെയ്തിട്ട്. പിന്നെ പച്ചക്കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമ്മളിങ്ങനെ വറവുണ്ടാക്കലുണ്ട് പച്ചക്കറി. ഇതിൻ്റെ പേര് നമ്മൾ താരാവിരിക്കാന്നാണ് കേട്ടോ പറയാ. നിങ്ങൾ ഓരോരോ നാട്ടിൽ ഓരോരോ പേരായിരിക്കും അല്ലേ. നമ്മളിൽ താരാവിരിക്കാന്നാണ് ഇതിനെ പറയാം. ഇത് നല്ല ടേസ്റ്റ് അല്ലേ ഇങ്ങനെ വറവാക്കി കഴിക്കാൻ. ഞാൻ എൻ്റെതായ രീതിയിൽ കാണിക്കാട്ടാ ഞാനിങ്ങനെ ഇത് വറവാക്കി എടുക്കുന്നതെന്ന്. ഇതിൻ്റെ തൊലി ആദ്യം കളഞ്ഞെടുക്കണം. ഞാൻ അധികം ഒന്നും കളഞ്ഞെടുക്കില്ല. കുറച്ച് തൊലിയെല്ലാം അതിൽ തന്നെ ബാക്കി വെക്കും കേട്ടോ. അങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. കുറച്ച് മാത്രം ഇങ്ങനെ തൊലി എടുത്താൽ മതി. നല്ല കട്ടിക്കുള്ള തൊലി മാത്രം കുറച്ചെടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇങ്ങനെ തൊലിയെല്ലാം എടുത്തതിന് ശേഷം ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതെല്ലാം കട്ട് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടുമല്ലോ. ഇങ്ങനെ പച്ചക്കറിയിൽ കട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് വേഗം കട്ടായി കിട്ടും. ഇനിയിപ്പോൾ വറവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കാം. അതിന് വേണ്ടിയിട്ടൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക. പിന്നെ ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. സവാളയെല്ലാം ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. വേറെ ഒന്നും ഇതിൽ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. പൊടികളായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച താരാവിരിക്കയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ.
പിന്നെ ഇത് വേവാൻ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ആ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ചെറുങ്ങനെ ഒരു പകുതി വേവായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വറവിൽ തേങ്ങ ഇട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടായില്ലല്ലോ. അതും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് ടൈം ഒന്ന് വേവിച്ചെടുക്കുക. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ നിന്ന് വെള്ളം വന്നോളും. ഇങ്ങനെ ഇത് വറവ് റെഡി ആയിട്ടാ താരാവരിക്കേൻ്റെ. ഇനി ഇതാ കൂന്തലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ആ മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കൽ. എന്നാലും വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ. ഇപ്പോൾ ഇതാ കൂന്തലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ കൂന്തൽ, ചെമ്മീൻ ഇതെല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ ഒരു വേറെ തന്നെ ഒരു സ്മെല്ലായിരിക്കും അല്ലേ. അതിന് വേണ്ടി ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കും ഇതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ആ ഒരു കറിവേപ്പിലേൻ്റെ ഫ്ലേവറിലാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് കൂന്തൽ, ചെമ്മീൻ ഇതെല്ലാം ഫ്രൈ ചെയ്തത് നല്ല ഇഷ്ടമാണ്. ഞാൻ ഇത് കഴിഞ്ഞ ദിവസം കറി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടാകുമ്പോൾ കുറച്ച് മാറ്റി വെച്ചാണ് കേട്ടോ ഇങ്ങനെ ഫ്രൈ ആക്കാൻ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഏറ്റവും വലിയൊരു ടാസ്കിലേക്ക് പോകുന്നതാണ് കേട്ടോ. ചോറ് വാർത്തെടുക്കുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവമായി ചോറ് വാർത്തെടുക്കുന്നത്. നാട്ടിലെല്ലാം ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ പാകത്തേക്ക് പോവലേ ഇല്ല. ഇവിടെ പിന്നെ ഒരു വഴിയില്ലല്ലോ, നമുക്ക് എന്തായാലും ഉണ്ടാക്കിയെടുക്കേണ്ടതല്ലേ, ഇങ്ങനെ വാർത്തെടുക്കണമല്ലോ. ഞാനെങ്ങനെയല്ലോ മെല്ലെ മെല്ലെ ആക്കിയെടുക്കലാണ് കേട്ടോ. എനിക്ക് നല്ല പേടിയാണ് ഇങ്ങനെ ചോറ് വാർത്തെടുക്കുന്ന ടൈമിൽ. നാട്ടിലെല്ലാം ഉമ്മമാരെല്ലാം ഇങ്ങനെ വാർത്തെടുക്കുന്ന ടൈമിൽ നോക്കി നിൽക്കൂട്ടാ. ഇതെല്ലാം എങ്ങനെയാണ്, ഇത് കാണുമ്പോൾ തന്നെ എനിക്കൊരു പേടിയാണ്. ഇപ്പം ഇതിൻ്റെ ടാസ്ക് മനസ്സിലാകുന്നത്. ഞാൻ അവസാനം എങ്ങനെയല്ലോ വാർത്തെടുക്കും കേട്ടോ. പിന്നെ ഇതാ ചോറെല്ലാം വാർത്തതിന് ശേഷം പിന്നെ കുളിച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ ചോറെല്ലാം കഴിക്കുന്നത്. ഇപ്പോൾ ഇതാ ചോറ് കഴിക്കുന്നതിന് മുമ്പ് പപ്പടം ഉണ്ടായിന്, അതൊന്ന് പൊരിച്ചെടുക്കുന്നതാണ്. പപ്പടമെല്ലാം കൂട്ടി ചോറ് കഴിച്ചിട്ട് കാലം പറയാം കേട്ടോ. കുറേ നാളായി. അങ്ങനെ ഇതാ കുറേ നാളിന് ശേഷം ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടായിന്. പിന്നെ ചോറെല്ലാം കഴിച്ച് ഈവനിങ് ആകുമ്പോൾ ജസ്റ്റ് കുട്ടികളെ കൊണ്ടൊന്ന് പാർക്കിലേക്ക് പോയിട്ടാ. ആയുഷ് കുറേ ദിവസമായി പാർക്കിൽ പോകാൻ പറയുന്നു. പെരുന്നാളിന് ഫോട്ടോ എടുക്കാൻ വന്ന ആ ടൈമിൽ ഞാൻ പിന്നെ കളിക്കാൻ വിട്ടിട്ടാ. ഡ്രസ്സെല്ലാം ഇങ്ങനെ ഇത് മോശമാവെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പോൾ ഇത് അവളെയും കൂട്ടിയിട്ട് ഇങ്ങനെ പാർക്കിലേക്ക് വന്നതാണ് കേട്ടോ ഈവനിങ് ആകുമ്പോൾ. ഇപ്പം തന്നെ ഇവിടെ ചൂടെല്ലാം തുടങ്ങി, നല്ല ചൂടാണ് കേട്ടോ. നാട്ടിലും നല്ല ചൂടാന്ന് പറയുന്ന കേട്ടിനി. ഇപ്പോൾ ഇവിടെ ചൂടെല്ലാം സ്റ്റാർട്ടായിട്ടാ. ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ നല്ല ചൂടാണ്. പിന്നെ ആ കുട്ടികളെല്ലാം ഇവിടെ ഇങ്ങനെ കളിക്കുന്ന കുറച്ച് ടൈം. പിന്നെ ഇതാ ഹെസിലി ഇപ്പോൾ പാർക്കിലെല്ലാം വന്നാൽ പിന്നെ കളിക്കാൻ തുടങ്ങിയിട്ടാ. അവൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇത് അങ്ങനെ ഒരു പരിചയം ആയതുകൊണ്ട് ഇപ്പം കളിക്കാനെല്ലാം ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പം ഐഷു കളിക്കുന്ന കണ്ട് ഇപ്പം അതുപോലെ കളിക്കലും അങ്ങനെയല്ല. ഹെസിലിക്ക് ഇപ്പോൾ ഈ സ്ലൈഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എപ്പോൾ ഇവിടെ വന്നാലും ഇതിലേക്ക് തന്നെയാണ് കേട്ടോ കളി. ഇതിൽ മാത്രമേ അവൾ കളിക്കുള്ളൂ. അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ ഇതിൽ കളിക്കാൻ. പിന്നെ പാർക്കിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയതാണ്. കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിന്. പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഷോപ്പിലേക്ക് വന്നിട്ടേ ഉണ്ടായിട്ടാണ്. കുറച്ച് സാധനങ്ങളെല്ലാം തീർന്നിട്ടുണ്ടായിന്. ഇപ്പോൾ അതെല്ലാം ഒന്ന് വാങ്ങുന്ന. കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് മീനും അങ്ങനെ ചിക്കനോ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പിന്നെ ഇവിടെ വന്നാലും എന്തായാലും എന്തെങ്കിലും എടുക്കാതെ പോവില്ല. മീനെല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഈവനിങ് ആയതുകൊണ്ട് കുറച്ച് മീനെല്ലാം ഉണ്ടായിട്ട് അതുകൊണ്ട് 2-3 മീനെല്ലാം ഇങ്ങനെ നല്ലത് നോക്കി വാങ്ങലാണ്. ഇത് രാവിലേക്കെല്ലാം വന്നാൽ നല്ല മീനെല്ലാം ഉണ്ടാവും. ഇപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് എല്ലാം ഏകദേശം എല്ലാം കഴിഞ്ഞു പോയിന്. പിന്നെ നല്ല ബീഫ് കണ്ടിട്ടാകുമ്പോൾ പിന്നെ കുറച്ച് ബീഫും വാങ്ങി. ഇത് പെരുന്നാൾ നമുക്ക് ബീഫ് കിട്ടിയിട്ടുണ്ടായിട്ടാ. അതിപ്പോൾ ബീഫ് കാണുമ്പോൾ കുറച്ച് വാങ്ങി നോക്കിയതാ. നാട്ടിലത്തെ ബീഫ് ഇവിടെ കിട്ടുന്ന അധികം കുറവല്ലേ. അങ്ങനെ കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ വാങ്ങും കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.